ആദ്യമായിട്ടാണ് പ്രൊമോഷൻ അല്ലാതെ ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു കൊറിയർ വരുന്നത്. ചേച്ചിക്ക് സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് ഗപ്പി പ്രേമി ചാനലിൽ മനസ്സിലയച്ചതാണ്. ലൈവ് ഫിഷ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ചെക്കൻ പറ്റിച്ച്. ഇതിലൊന്നുമില്ലല്ലോ. ദോണ്ട ഒരു കുഞ്ഞന്റെ ആമ, കുഞ്ഞൻ ആമ അഥവാ ആമക്കുഞ്ഞ്. അപ്പൊ തന്നെ അവിടെ വെച്ച് അവന്റെ പേര് വിളിയാൻ നടത്തി. ലുട്ടാപ്പി എന്ന് പേരിട്ടു. കുട്ടിപ്പട്ടാളം വന്ന് ചേച്ചി എന്താ ചെയ്യണേന്ന് കാണാൻ നോക്കിക്കായിരുന്നു. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ പ്രത്യേക കഴിവുകളുണ്ട്. ഞാൻ പറഞ്ഞു നക്ഷത്രാമയാണ്, അതിനെ കയ്യിൽ വെച്ച് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കും. സത്യമായിട്ടും നീ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിചാരിച്ചു ചാടി പോകാൻ പാടില്ല, കയ്യിൽ തന്നെ ഇരിക്കണം, നല്ലതാക്കും. അങ്ങനെ പിള്ളേരെ പറ്റിച്ച സന്തോഷത്തിൽ ലുട്ടാപ്പിനെ നോക്കിയിരുന്നു. അപ്പൊ എനിക്ക് അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി. കുറഞ്ഞ ചിലവിൽ നക്ഷത്രമില്ലാത്ത ആമകൾക്ക് നക്ഷത്രം കുത്തി നക്ഷത്ര ആമയാക്കി കൊടുക്കപ്പെടുന്നു. മൈ കോൺടാക്ട് നമ്പർ. ആരടാ ആമകൾ പതുക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞത്? ഓരോ കെട്ടുകഥകൾ ഒടുക്കത്തെ സ്പീഡാണ്. പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ചെക്കൻ. പിന്നെ മനസ്സിലായി അവൻ സിംഗിൾ ആയിരിക്കും. മിങ്കിളാവാൻ താല്പര്യം ഉണ്ടാവില്ല, താല്പര്യപക്ഷയല്ല. അവനെ തോട്ടിലേക്ക് കളയാന്ന് വെച്ചു. അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന പോലെ ആമ തോട്ടിൽ. പക്ഷെ അവനെങ്ങാനും ഫുഡ് കിട്ടിയില്ലെങ്കിലോ? പാവം വേണ്ട. അല്ലെങ്കിലും ഞാൻ ഭയങ്കര മൃഗസ്നേഹിയാ. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ ജീവന്റെ മൂല്യത്തിനാണ് വില കൊടുക്കുന്നത്. വൈകിട്ട് വീട്ടിലേക്ക് വരുന്നോ? നല്ല അടിപൊളി ആമർച്ചും കൂടി ചോർന്നിട്ട് കൊക്കിനെ വെടിവെച്ചിട്ട് കിട്ടിയില്ല.